ഹലോ, എന്തൊക്കെയുണ്ട് നവാസെ, സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖാരാ? ഇത് ഈ പണ്ട് വിളിച്ചിട്ട് കൈയും കാലും പിടിച്ചിട്ട് ആ വീഡിയോന്റെ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തില്ല ഒരാള്, ഓർമ്മയുണ്ടോ? കൈയും കാലും പിടിച്ചോ? എന്നിട്ട് റിമൂവ് ചെയ്തായിരുന്നോ? അയ്യോ, ഒരു തവണ ചെയ്തായിരുന്നു. ലിയാഖത്തിൽ റിമൂവ് ചെയ്തായിരുന്നു. ആണോ? എന്നാ ലിയാഖത്തിൽ റിമൂവ് ചെയ്തില്ല, ഞാനത് സ്വന്തമായിട്ട് മാറ്റിയെടുക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞു. എനിക്ക് നീ ഇത്രയും നേരം ഒറ്റയ്ക്ക് പറഞ്ഞല്ല, അപ്പൊ ഞാൻ പറയാനുള്ള നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഞാൻ പറയുന്ന ഒരു കാര്യം നീ ഒറ്റയ്ക്ക് നീ ഭയങ്കര വീരസം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തല്ല, അപ്പൊ ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ, എന്നിട്ട് നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ. ഓക്കെ, അല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ചാറ് നിനക്ക് ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. ഇല്ലെങ്കിൽ ചാറിന്റെ ഒക്കെ നീ അവിടെ വിട്, ചാറിന്റെ ഒക്കെ നീ വിട്. നീ വെല്ലുവിളിയൊക്കെ ഒരു വീഡിയോ സ്വന്തമായിട്ട് ചെയ്യാനുള്ള പാങ്ങോ കഴിവോ ഇല്ല. അന്നത്തെ വീഡിയോ ഞാൻ താങ്കൾക്ക് അനുകൂലമായിട്ട് ചെയ്തപ്പോൾ അന്നത്തെ വീഡിയോ അമേരിക്ക ഇറാഖ് വാറിന്റെ സമയത്ത് നീ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് നീ ഇപ്പോഴും ചെയ്യുന്നത്. ഓ, അത് ശരി, ആണല്ലേ? മനസ്സിലായോ? അത് തന്നെയാണ് നീ ചെയ്യുന്നത്. എന്തായിരുന്നു കാണിച്ചത്? ഇറാഖും അമേരിക്കയും വാറിൽ ഒരു വിഷയം എന്താ? അല്ലല്ല, നീ അത് പറഞ്ഞിട്ട് പോ. അമേരിക്ക ഇറാഖിന്റെ വാറിൽ ഞാൻ എന്താ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് പോ. ഒരു വിഷയം പറയാം. നീ പറഞ്ഞ കാര്യം പറയാം. ഞാൻ അമേരിക്കയും ഇറാഖും വാറുള്ളപ്പോ എന്താ ചെയ്തതെന്ന് നീ അത് വിശദീകരിച്ചിട്ട് ബാക്കി പറയാൻ നമുക്ക്. നീ അത് പറയാതെ. അതൊക്കെ വിശദീകരിക്കേണ്ടി വന്നാൽ നമുക്ക് വേറെ വിശദീകരിക്കാം. അതെ, നീ അത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാൽ മതി. നീ അത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാൽ മതി. അമേരിക്കയും ഇറാഖും തമ്മിലുള്ളപ്പം ഞാൻ എന്താ കുഴപ്പമൊന്നുമില്ല, നിനക്കറിയാവുന്ന കട്ട് ചെയ്തില്ല. ഞാൻ നിന്നെ പോലെ ഭീരുവൊന്നും അല്ല കോള് കട്ട് ചെയ്യാൻ. നീയോ? ഞാൻ നിന്നെ പോലെ ഭീരുവല്ല കോള് ഇടും. നിനക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തപ്പോഴാണ് നീ എനിക്ക് ചാനൽ സ്ട്രൈക്ക് അടിച്ചത്. നിനക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴാണ് നീ എന്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ചത്. ഓർമ്മയുണ്ടോ? നിനക്ക് അനുകൂലമായിട്ട് ചെയ്തപ്പോഴല്ലോ. നീ നിനക്ക് അനുകൂലമായിട്ടില്ലല്ലോ. നീ പ്രതികൂലമായി നിൽക്കുമ്പോൾ നീ അടിച്ചോ? നീ ചെയ്തോന്നേ. ലിയാഖത്തിനെ ഞാൻ വിളിക്കാനൊന്നും ലിയാഖത്ത് എന്നെ വിളിച്ചത്. ഒരു മിനിറ്റ്, എതിർക്കുമ്പോ സ്ട്രൈക്ക് ചെയ്താല് നിലവിളിക്കാനുള്ള അവസരമാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീ ചെയ്ത വീഡിയോയുടെ അന്തസ്സില്ലായ്മയാണ് അന്ന് നമുക്ക് സ്ട്രൈക്ക് തരാൻ കാരണം. നിങ്ങളുടെ അന്തസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ അന്തസ് എന്താണെന്നുള്ളത് ഒരു പെണ്ണ് വന്ന് കാണിച്ചപ്പോ നിങ്ങളുടെ അന്തസ് എന്താണെന്ന് നമ്മൾ കണ്ട്. പെണ്ണ് കാണിക്കുന്നല്ലോ നമ്മുടെ പണി. നമുക്ക് വേറെ പണിയുണ്ട് സുഹൃത്തേ. നിങ്ങൾ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിന്റെ അന്തസ് എന്താണെന്നുള്ളത് ഞങ്ങൾ കണ്ട്. അതെ കണ്ടു. ആ പെണ്ണ് കാണിക്കുന്നത് മാത്രം കണ്ടു. 5 ലക്ഷം രൂപ നീ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വയ്യാതെ നീ അവരെ കുറിച്ച് പറഞ്ഞു. നീ എല്ലായിടത്തും പോയി തിന്നുന്നതല്ലേന്നാ നീ ചോദിച്ചത്. നീ സ്ത്രീകൾക്ക് നീ പരിഗണന കൊടുക്കുന്നവനല്ലേ? ആലപ്പുഴയിൽ കുറച്ച് വക്കീൽ കേസുകൾ ഇറങ്ങിയാൽ എന്താക്കുന്നു? നീ വക്കുപൊട്ടിയവനാണോന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഒച്ചണ്ട കേട്ടോ. നീ വക്കുപൊട്ടിയവനാണെന്നുള്ള എല്ലാവർക്കും അറിയാം. നീ എന്തിനാണ് എന്നെ ഇപ്പൊ വിളിച്ചതെന്തിനാ? നീ എന്തിനാ എന്നെ വിളിച്ചത്? നീ സംസാരിച്ചോ? നീ എന്തിനാ എന്നെ വിളിച്ചത്? നീ എന്തിനാ എന്നെ വിളിച്ചതെന്തിനാ? നീ ഞാൻ പറഞ്ഞുതരാം. നീ എന്തിനാ എന്നെ വിളിച്ചത്? നീ എന്റെ ഇറാഖിലെയും പിന്നെ അമേരിക്കയുടെയും കഥ പറയാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. നിനക്ക് ആരെ അമേരിക്കന്റെ ഇറാഖിന്റെയും കഥ പറഞ്ഞു പറയാ സുഹൃത്തെ. ഇങ്ങനെ ബേജാറായാലെങ്ങനെ? ഞാൻ പറയാം എന്തിനാ വിളിച്ചതെന്ന് പറയാം. അതായത് ഈ കേട്ടുകേൾവിയും പരദൂഷണം ഏഷണിയൊക്കെ വെച്ചിട്ട് അർമാദിച്ച് ഒരു സ്ട്രൈക്ക് കിട്ടിയതിനുള്ള പ്രതിഷേധം, പ്രതികാരം അതൊക്കെ നിനക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഞാനിപ്പോ നിന്നെ വിളിച്ചത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട്. ഞാൻ ഇന്ന് വരെ ഇസ്ലാമിനെതിരെ നടത്തിയ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു വിമർശനത്തിനെ എടുത്തു വെച്ച് അത് തെറ്റാണെന്നോ അതിൽ പ്രശ്നമുണ്ടെന്നോ സ്ഥാപിക്കാനുള്ള ഒരവസരം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ അത് ചെയ്തോ. അതെ, എന്റെ ഒരു സുഹൃത്തെ, നിന്റെ സുഹൃത്താണെന്നല്ല എനിക്കറിയാം. ഇസ്ലാമത വിമർശനം നടത്തിയതിൽ ഫാറൂഖ് വിളിച്ചതിന്റെ തൊട്ട് പറയാണ് ഇപ്പൊ ലിയാഖത്തിന്റെ കോൾ എനിക്ക്. കാരണം അവൻ എന്റെ സ്നേഹിതനാണ്. ഞാനും അവനും ഒരുമിച്ച് ജോലി ചെയ്ത വ്യക്തിയാ. അവൻ എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ വ്യക്തിപരമായ കാര്യം ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം,
മറ്റുള്ളവർ പറയുന്നത് പോലല്ല ലിയാഖത്തിന്റെ വീഡിയോ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാനേ ലിയാഖത്ത് വിമർശിക്കുമ്പോൾ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരാളാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ വ്യക്തിപരമായ കാര്യമല്ല ചോദിച്ചത്. നിങ്ങളുടെയും വ്യക്തിപരമായ കാര്യമല്ല. എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിരമിക്കാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ ചെയ്തോളൂ. അതിന്റെ കൂടെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇസ്ലാം മത വിമർശനം എന്ന പേരിൽ നടത്തുന്ന കുറെ എന്തൊക്കെ വൃത്തികേടാണ് എന്നൊക്കെ നീ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആശയപരമായിട്ട് ഇസ്ലാമിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളിൽ ഏതെങ്കിലും ഒരു വിമർശനം തെറ്റാണ് എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? നവാസിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. ഒരെണ്ണം ഉദാഹരണം പറയോ? അതിനുള്ള ഒരു അവസരം എനിക്ക് നേരിട്ട് കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം പറയോ? ഒരു കാര്യം. എനിക്ക് ഫോണിൽ കൂടെ അല്ല, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. അല്ല, എന്താ ഫോണിൽ കൂടെ പറഞ്ഞാല്? അല്ല, എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കണ്ട. എന്റെ വിമർശനങ്ങള് ഞാൻ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പിടിച്ചോളൂ. എന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഞാൻ നിങ്ങളുടെ നേരിട്ട് ചോദിക്കാം. എനിക്ക് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് വ്യക്തിപരമായ കാര്യമേ അല്ലല്ലോ. ഇപ്പൊ നവാസിന് ഏതോ ഒരു സ്ത്രീ എന്തോ പറഞ്ഞു, അപ്പം രോമാഞ്ചം വന്നു, രോമാഞ്ച കഞ്ചുകനായി. ശരി, എന്റെ രോമാഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ പലയിടത്തും രോമാഞ്ചം കൊണ്ടിട്ടുണ്ട് ലിയാഖത്തെ. നിങ്ങൾ പലയിടത്തും രോമാഞ്ചം കൊണ്ടിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ രോമാഞ്ചത്തിന്റെ അവിടെ നിർത്തും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വ്യക്തിപരമല്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വ്യക്തിപരമല്ലേ? അല്ലേ? വല്ല സ്ത്രീകളും പറയുന്നതിൽ ഞാൻ രോമാഞ്ചം കൊണ്ടെന്ന് പറഞ്ഞ പിന്നെ വ്യക്തിപരമല്ലാതെ പിന്നെ എന്തുവാ? പിന്നെ വ്യക്തിപരമല്ലാതെ പിന്നെ എന്താ പറയുന്നത്? അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം നവാസിന് മുമ്പിൽ പ്രൂവ് ചെയ്യാണ്. ഇപ്പോ നവാസിന് അത് വേണമെങ്കിൽ അത് തകർക്കാം. ഞാൻ എന്നെ പൊളിച്ചടിക്കുക എന്താണ് അണ്ണാക്കിൽ അടിച്ചു തരിക. അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുള്ള എന്തോ ശൈലിയായിരിക്കും, എനിക്ക് അറിയില്ല, അത് മനസ്സിലായിട്ടില്ല. അതെ. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു വിമർശനം വസ്തുനിഷ്ഠമായിട്ട് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഒരു ചെറിയ ഉദാഹരണം ഇപ്പോ നവാസിന് കഴിയുമോ എന്നാണ് ചോദിച്ചത്. ഇപ്പോ ഈ ഫോണിൽ. അല്ല, ഞാനേ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീഡിയോകൾ ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ അതിനുള്ള ഇത് മറുപടിയാ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണുമ്പോൾ ഈ മറ്റുള്ള, അതായത് എക്സ് മുസ്ലിം ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാർ വിമർശിക്കുന്നതിനെക്കാട്ടി കുറച്ച് മാന്യമായി വിമർശിക്കുന്ന ആളാണെന്ന് ഞാൻ എന്റെ വീഡിയോ ഞാൻ പല വീഡിയോയിലും അല്ലല്ല സുഹൃത്ത്, ഞാൻ പറയട്ടെ, എന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആശയപരമായിട്ട് നിങ്ങൾ വിമർശിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ നിങ്ങളുടെ അത്രയും പിന്നെ എന്താ പറയാ, പിന്നെ വലിയ പാണ്ഡിത്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ ഈ ഖുർആനകത്ത്. പിന്നെ എന്നെ പഠിപ്പിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരിതുണ്ട്. അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഏതെങ്കിലും വിഷയത്തിൽ തോന്നിയിട്ടുണ്ടോ? ചോദ്യം. എനിക്ക് പല കാര്യത്തിലും തോന്നിയിട്ടുണ്ട്. ഒരു ഉദാഹരണം, ചെറുത്, ഏറ്റവും സാമ്പിൾ. എനിക്ക് പല കാര്യത്തിലും തോന്നിയിട്ടുണ്ട്. ഒരെണ്ണം പറയൂ. അല്ല, എനിക്ക് പല കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാം. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ അതാണ് ലിയാഖത്തുമായി നിങ്ങളുടെ പറയുന്നത്. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ തോന്നിയിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അതിലേതെങ്കിലും ഒരു വിഷയത്തിന് വസ്തുനിഷ്ഠമായിട്ട് ഈ മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറയുന്ന പല കാര്യത്തിലും. പറയട്ടെ എന്ന് നിങ്ങളിങ്ങനെ അസ്വസ്ഥനാവല്ലേ? അതായത് അതിലേതെങ്കിലും ഒരു കാര്യം ലിയാഖത്ത് ഈ പറഞ്ഞതിൽ വസ്തുതാപരമായ പെശകുണ്ട്, അല്ലെങ്കിൽ അത് തെറ്റാണ്, നുണയാണ് എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ഈ പറയുന്ന വെനീസ് TV എന്ന ചാനലിൽ നിങ്ങൾ, നവാസ് എന്ന് പറയുന്ന നിങ്ങൾ, ഒരു മറുപടി വീഡിയോ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞോ? ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങൾ പറഞ്ഞോ? ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യമാണ്, ഉത്തരം പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോ വല്ലോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ കണ്ടിട്ട് പറയാതായിരിക്കും. അപ്പൊ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. വസ്തുനിഷ്ഠമായി നിങ്ങൾ ഒരു മറുപടിയും എനിക്ക് പറഞ്ഞതായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ചെയ്തിട്ടുണ്ടോ നിങ്ങളോട് ചോദിക്കാണ്. നിങ്ങൾ ഈ യൂട്യൂബിനകത്ത് ഇരിക്കുന്ന എന്തിനാണ് മിസ്റ്റർ? നിങ്ങൾ ഈ യൂട്യൂബിനകത്ത് ഇരുന്നിട്ട് ഈ പറയുന്നത് എന്തുവാണ്? നിങ്ങൾ പുണ്യം കിട്ടാൻ ചെയ്യുന്നതാണ്, ഞാൻ പൈസ കിട്ടാനാണ്. അല്ലേ പ്രശ്നം? എല്ലാരും അതിനുവേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്. എല്ലാരും അതിനുവേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്, അല്ലാതെ പുണ്യം കിട്ടാനല്ലല്ലോ ആരും ചെയ്യുന്നത്. അത് കയ്യിന്ന് പോയി. ഇനി പറ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇന്ന് വരെ ഏതെങ്കിലും ഞാൻ പറഞ്ഞൊരു വസ്തുത, ഒരു വിഷയം, അതിനുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞ. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ? അപ്പൊ ഓക്കെ, ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ചോദിച്ചതിന് ഞാൻ ചോദിച്ചതിനുള്ളൊരു മറുപടി, നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് എനിക്ക് നിങ്ങളും ഞാനുമായിട്ട് ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തരാമോ? എന്തിന്? പരസ്യമായിട്ട് വരണം. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ്. ഞാൻ വെല്ലുവിളിക്കാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അനുഭവത്തോടെ നിർത്തും. അതുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ അനുഭവത്തോടെ നിർത്തും. നിങ്ങൾ പറയുന്നിടത്ത്, നിങ്ങൾ പറയുന്ന സ്പോട്ടില്
നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ ഞാൻ വരാം. ആശയപരമായി മറുപടി പറയാൻ കഴിയാത്തവർക്ക് മുന്നിൽ രണ്ട് മാർഗങ്ങളാണ് സാധാരണഗതിയിലുള്ളത്. ഒന്ന് ആയുധമെടുത്ത് ആക്രമിക്കാം, രണ്ട് തെറി വിളിക്കാം. നമ്മളെ കിട്ടില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ കണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടി, നിങ്ങൾ ആ പെണ്ണിന്റെ നേരെ എല്ലാം കൂടെ പിന്നെ ചെല്ലുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. നിങ്ങൾ ആശയപരമായിട്ട് ഇല്ല അവിടെ ഒരു ഞാൻ പറഞ്ഞുതരാം. അവരെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന കണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അതിനകത്ത് മനസ്സിലായി. വിളിച്ചിട്ടില്ല കേട്ടോ, നേരെ ജനങ്ങൾക്ക് മനസ്സിലായി. അത് ശ്രദ്ധിച്ചു അത് വിട്. ഒരു സംഘാടകർ, ഒരു സംഘടന ഒരു പരിപാടിക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ ഈ 5 ലക്ഷം രൂപ പുള്ളിയുടെ പറയട്ടെ. ഇതിനൊക്കെയുള്ള മറുപടി വിൻസെന്റിന് എന്താണ് വെനീസ് മീഡിയക്ക് കിട്ടും, ഹാരിസിന് കിട്ടും കേട്ടോ. അപ്പോ ഈ ഒരു പ്രോഗ്രാം ഒരു സംഘടന സംഘടിപ്പിക്കുമ്പോ ആ സംഘാടകർ അതിനുവേണ്ടി വിളിച്ച ആളുകളെ സംഘടിപ്പിച്ച് ഒരു പരിപാടി നടത്തുമ്പോ അവിടെ വന്നിട്ട് കായും പൂയും പറഞ്ഞ് കൂകി വിളിക്കാൻ വരുന്നവരെ സാധാരണഗതിയിൽ അത് അലങ്കോലപ്പെടുത്തുമെന്നും അത് അലങ്കോലപ്പെടുത്താൻ ആളുകൾ ആഹ്വാനം ചെയ്തുകൊണ്ടും ആള് വരുമ്പോ ഇവിടെ പോലീസും ഇവിടെ അതിന് സ്പെഷ്യൽ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നൂലേ? അപ്പൊ അവരവിടെ ആളുകൾ വരില്ലേ? അങ്ങനെ അലമ്പുണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് പ്രോഗ്രാമിൽ കയറി അലമ്പുണ്ടാക്കിയാൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിന്നെ ഒരു കല്യാണം, മകളുടെയോ പെങ്ങളുടെയോ ആരുടെയോ കല്യാണം നടക്കുമ്പോ നിങ്ങളുടെ പഴയ കാമുകന്റെയോ കാമുകിയുടെയോ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നിങ്ങളോട് കച്ചറുണ്ടാക്കിയാൽ അവിടെ ആൾക്കാർ കൂടുക, അല്ലെങ്കിൽ പോലീസ് കൂടുക, അവരെ വരുന്നവരെ പുറത്താക്കൂലേ? കാരണം ഇത് വേറൊരു പരിപാടിയല്ലേ, മനസ്സിലായോ? ഇനി കേട്ടോ പറഞ്ഞു തരാം. അതല്ലേ ഞാൻ നിങ്ങൾ വിമർശനങ്ങളെ ഭയക്കുന്നുണ്ടോ? വിമർശിച്ചിട്ടില്ല സുഹൃത്തെ, നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ഭയക്കുന്നുണ്ടോ? പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. അതല്ലേ ഞാൻ നിങ്ങൾ എന്നെ വിളിച്ചത് തന്നെ തെറ്റാണ്. വിളിക്കാൻ പാടില്ല. ഒരു മിനിറ്റ്, ഞാൻ അതായത് നിങ്ങൾക്ക് എന്നെ നേരിട്ട് പൊളിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരാൻ വേണ്ടി വിളിച്ചല്ലേ? അത് എനിക്ക് നിങ്ങളുടെ അഡ്വൈസിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ നേരിട്ട് പൊളിക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഒരു വിമർശനം അത് പൊളിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് നേരിട്ട് നിങ്ങളെ കാണാൻ പറ്റും. ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചിരിക്കണോ? ഞാൻ ഞാൻ ഇതുവരെ നിങ്ങളെ ലിയാക്കത്ത് എന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ മിസ്റ്റർ എന്നാണ് വിളിച്ചത്. അതിപ്പോ എന്നോട് നേരിട്ട് വിളിക്കുമ്പോഴല്ലേ? നീ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യുമ്പോ എന്ത് വൃത്തിയോടും പറയും. ഇപ്പൊ ഫോണിൽ അതാ പറഞ്ഞു, നേരിട്ട് കാണുമ്പോ രണ്ട് സ്വഭാവമായിട്ടില്ല. നമ്മൾ ഒരാളോട് നേരിട്ടും അല്ലാതെയും ഒരേ സ്വഭാവത്തിലായിരിക്കും. സ്വഭാവം ആരുടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരുപാട് അറിയാം. ഇതും കൂടി കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത്, എത്ര ദിവസം എടുത്തിട്ട് താങ്കൾ ഒരു വീഡിയോ, അതായത് ഞാൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച ഒരു വിമർശനം തെറ്റാണെന്ന് തെളിയിക്കും? ഒരെണ്ണം എത്ര ചെയ്യും? അല്ലല്ല, ചലഞ്ച് അല്ല, ഒരാഗ്രഹം. നിങ്ങളെ ഗതികേട് കണ്ടിട്ട് ഒരാഗ്രഹം, നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വിളിച്ചാണ്. എത്ര സമയം കൊണ്ട് എനിക്കത് പ്രതീക്ഷിക്കാൻ പറ്റും? അതെനിക്ക് എന്റെ സൗകര്യത്തിനല്ലേ ഞാൻ ചെയ്യുന്നത്. അതെ, അപ്പോ ഞാൻ പറയുന്നത് ഇനി നിങ്ങളുടെ വെല്ലുവിളി നോക്കൂ. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ള എല്ലാം പറയാം. എന്റെ രീതി അതാണ്, എല്ലാം പറയാം. ഇങ്ങനെ വെല്ലുവിളിക്കും, എന്നിട്ട് വരാമെന്ന് പറയും, ഡേറ്റ് ഫിക്സ് ചെയ്യും, വരത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ നിങ്ങളെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ പൊതുവിൽ എന്റെ അനുഭവം, ഇതുവരെയുള്ള അനുഭവം പറയാണ്. അത് കഴിഞ്ഞിട്ട് ഒറ്റ തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ വാടാ 5 ലക്ഷം തരാം എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പരിധി കിട്ടുമ്പോ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളെ. അപ്പൊ ഒറ്റ തന്തക്ക് വരാൻ പറയും, ഉമ്മാൻ എത്ര പേര് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. അതായത് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന ധീരന്മാരാണ്. ഒരു മിനിറ്റ് പറയട്ടെ. തന്തക്കും തള്ളക്കും വിളിച്ച് പ്രകോപിപ്പിച്ച് അവഗണിച്ചു വിടുന്ന സാധനങ്ങൾ. ഇപ്പൊ നിങ്ങളടുത്തൊരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പിടിച്ചെറിയാൻ തുടങ്ങിയാൽ ആൾക്കാരെന്ത് ചെയ്യും? ആ നോട്ട് എടുത്ത് ഏതെങ്കിലും കക്കുസൂഴിയിലിടും, ഇല്ലേ? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വെല്ലുവിളിച്ച് വൃത്തികേടാക്കുന്ന സമയത്ത് ഇതിനൊരു അവസാനം എന്ന രീതിയിലാണ് വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ കാര്യം അറിയാതെ, അതായത് ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ കണ്ടാലും മുർത്തതായി പോകുന്നു പേടിച്ചിട്ടാണല്ലോ എന്റെ ചാനലിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വരാത്തത് ആൾക്കാര്. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞേ, പൊതുവിൽ ഇങ്ങനെ കാണാതിരിക്കുന്ന ആൾക്കാരുണ്ട്. മൂല്യന്മാർ ഇത് കാണരുത് എന്ന് പറഞ്ഞ അയാളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്. അങ്ങനെ തന്തക്കും തള്ളക്കും വിളിച്ച് ഒരു മര്യാദയും ഒരു അന്തസ്സും ഇല്ലാത്ത വെല്ലുവിളിയിലൂടെ എന്നെ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഈ പറയുന്ന ഉസ്താദും കളം നിറഞ്ഞപ്പോ നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അവരോട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു, മാന്യമായ സംവാദത്തിന് വരിക, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒഴിവാക്കുക. ഓക്കെ,
പിന്നെയും അതിങ്ങനെ ഈ 5 ലക്ഷം വെല്ലുവിളി, പിന്നെ ഫോൺ വിളിക്കുമ്പോൾ അപ്പൊ 5 ലക്ഷം, അപ്പൊ വേറെ ഒരു 25,000 തരാം, പിന്നെ ഒരു 100 ലക്ഷം തരാം, ഇങ്ങനെ പറഞ്ഞ് 1-2 തവണ നമ്മൾ ആ കാര്യം ഫോണിൽ പ്രൂവ് ചെയ്തപ്പോൾ അപ്പം പ്ലേറ്റ് മറിച്ചിടുക. ഇങ്ങനെ ഇതൊരു സ്ഥിരം കലാപരിപാടിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പരിപാടി നടക്കുന്നിടത്ത് എന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഇതിന് ഉത്തരം പറഞ്ഞ 50,000 തരാം, 25,000 തരാം. അപ്പോ ഇതായിരുന്നു കലാപരിപാടി. ഈ കലാപരിപാടി അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനോട് പറഞ്ഞത്. നിങ്ങൾ പൈസ വെച്ചിട്ട് സംവാദം എന്നൊക്കെ പറയുന്നത് ഒന്നാമത് ആശയപ്രചാരണം പൈസ വെച്ച് നടത്തേണ്ട കാര്യമല്ല. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാം. നിങ്ങൾ എനിക്ക് 5 ലക്ഷം തരണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണ്, അല്ലേ? അതിന് പകരം ഇത് തരാം. അപ്പൊ എന്തായിരുന്നു, ലിയാക്കത്തിന് 5 ലക്ഷം കൊടുക്കാറുണ്ട്, ലിയാക്കത്ത് സംവാദത്തിന് വന്നില്ല. ഇതായിരുന്നു നമ്പർ 1, ഒന്നാമത്തെ അടവ്. അവൾ ബ്ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സംവാദം നടക്കാം, പൈസ വെച്ചെന്നെ നടക്കണം എന്ന് നിങ്ങൾ നിർബന്ധമുണ്ടെങ്കിൽ ആദ്യം ആ പൈസ അതിനു വേണ്ടി ബ്ലോക്ക് ചെയ്തിടണം. അപ്പൊ അതുകൊണ്ട് ഞാൻ തയ്യാറാണ് സംവാദത്തിന്, എന്റെ പേരിൽ 5 ലക്ഷം രൂപ DD എടുക്കണം, സംവാദം നടക്കണം. ഓക്കെ, അതിനുശേഷം സംവാദത്തിന് വേണ്ടി ഡേറ്റ് തീരുമാനിക്കാൻ പറഞ്ഞു. സ്ഥലവും ഡേറ്റും ഒക്കെ നിങ്ങൾ എവിടെയാണെങ്കിൽ തീരുമാനിച്ചോ. എവിടെ വെച്ച് സംവാദം നടത്തുമ്പോഴും ഒരു പബ്ലിക് പ്ലേസിലായിരിക്കണം. അതായത് ഇതിനു വേണ്ടി പറ്റുന്ന ഒരു ഹാളില്, ഒരു ഓഡിറ്റോറിയമോ ചെറിയ ഹാളോ എന്തോ ആവാം, വായനശാലയുടെ ഹാളോ എന്തോ ആവാലോ, സ്കൂളോ എന്തോ ആവാം. എവിടെ പരിപാടി നടത്തുമ്പോഴും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ പരിപാടി നടത്തുന്നത് അവിടെ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് എഴുതി കൊടുക്കണം, നിയമപരമായി അറിയിക്കണം. ഈ കാര്യമാണ് ഞാൻ അവരോട് പറഞ്ഞത്. അത് ചെയ്യാതെ അവർ ഏകദേശം ജനുവരി 16 ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തതിന് ശേഷം ഫെബ്രുവരി 9 വരെ ഇവർ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പിന്നെ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഫെബ്രുവരി 9 എന്നെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ അതിന് DD എടുത്തോ, ഡേറ്റ് തീരുമാനിച്ചോ? അപ്പൊ അവര് പറഞ്ഞു അല്ലാതെ നമുക്ക് മലപ്പുറത്ത് തന്നെ നടത്താം. ഓക്കെ, അപ്പൊ മലപ്പുറത്ത് ഞാൻ ആദ്യം ഈ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ എറണാകുളത്ത് നടത്താം. അപ്പൊ അവര് പറഞ്ഞാൽ അത് വേണ്ട, അത് നമുക്ക് അതിന്റെ എല്ലാ ചെലവും ഞങ്ങളാണ് വഹിക്കുന്നത്, അത് ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ വന്നാൽ മതിയായിരുന്നു. ആയിക്കോട്ടെ. അങ്ങനെ പിന്നെ 23 നടക്കുന്ന പ്രോഗ്രാമിന് ഫെബ്രുവരി 9 എന്നെ വിളിച്ചിട്ട് ആണ് ഡേറ്റ് തീരുമാനിക്കുന്നത്, 23 എന്നുള്ള ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡേറ്റ് ഓക്കെ ഫിക്സ് ആയി, അപ്പൊ ഇനി വേണ്ടത് വെന്യൂ ആണ്, അതേപോലെ തന്നെ നിങ്ങൾ DD എടുക്കണം. DD എടുക്കാതെ നമ്മളിത് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വിധികർത്താവിനെ നിശ്ചയിക്കണം. അത് നിയമവും ഇസ്ലാമിന്റെ ഏകദേശ കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഇവർ തെറ്റിച്ചിട്ട് 23 നടക്കേണ്ട പരിപാടിക്ക് പിന്നെ ഇവരെന്നെ വിളിക്കുന്നത് 16 ആണ്. ഓക്കെ, ഫെബ്രുവരി 9 വിളിച്ചു. പിന്നെ 13-14 ദിവസമുള്ള മുമ്പില്. അപ്പൊ അവര് പറഞ്ഞു മലപ്പുറത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഹോള് ബുക്ക് ചെയ്തിട്ടില്ലേ? ഇല്ല, ഹോള് ബുക്ക് ചെയ്യില്ല, അത് നമുക്ക് ഇവിടെ മലപ്പുറത്തായോണ്ട് എപ്പോ വേണേലും ചെയ്യാലോ. ഞാൻ പറഞ്ഞു അത് കഴിയില്ലല്ലോ, നമുക്കൊരു 10 ദിവസം 2 ആഴ്ചയെങ്കിലും പോട്ടെ, ഒരാഴ്ചയെങ്കിലും മുൻപ് ഈ ഹാളും കാര്യങ്ങളൊക്കെ തീരുമാനമാവണ്ടേ, എന്നാലേ നമുക്കിത് പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇവര് ഇതിന് തയ്യാറായില്ല. ഓക്കെ, തയ്യാറായില്ല എന്നല്ല, പിന്നെ അവര് ഹോള് ബുക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ മലപ്പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞങ്ങൾ സുരക്ഷ ഒരുക്കാനൊന്നും ഞങ്ങൾ പറ്റൂല, പോലീസിൽ ഞങ്ങൾ റിപ്പോർട്ടൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ പൗരന്മാരാണ്, നമ്മൾ ഉത്തരവാദിത്തമാണ്, ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, അപ്പം അവർക്ക് തന്നെ അത് പുലിവാലാകും, അതുകൊണ്ട് നിങ്ങളത് അറിയിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്റിമേറ്റ് ചെയ്യണം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ അവര് പറഞ്ഞു അല്ല അത് പറ്റൂല, ഒരുക്കാനൊന്നും ഞങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ അവസാന നിമിഷം എന്റെ തലയിലേക്ക് ഇടാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിവിടെ ആലോചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് സമയം വേണം, അത് ഈ പെട്ടെന്നുള്ള സമയം കൊണ്ട് നടക്കില്ല. അപ്പൊ ഞാൻ സംഭവത്തിന് വരാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. പണ്ട് ക്ലബ് ഹൗസ് കാലം മുതൽ സുഡാപ്പികൾ പാടി നടക്കുന്ന ഒരു കഥയാണ് ലിയാക്കത്ത് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത എന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. ആ ഒരു തന്ത്രം പ്രയോഗിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ വെല്ലുവിളി മണ്ണാർക്കാട്ട് പോവാ, ധൈര്യം ഉണ്ടെങ്കിൽ മണ്ണാർക്കാട്ട് പോവാന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ മണ്ണാർക്കാട് ഏത് ഹലാക്കിലേക്ക് കൊണ്ടുവെക്ക്, എവിടെയാണെങ്കിലും ഇതാണ് കണ്ടീഷൻ. അങ്ങനെ ഇവര് മണ്ണാർക്കാട് പോയി. എന്നോട് സംവാദം നടത്താൻ മണ്ണാർക്കാട് വേദി ഒരുക്കാൻ പോകുന്നവൻ എന്റെ വീട്ടിൽ പോകേണ്ട കാര്യം എന്താ? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആശയപരമായ സംവാദത്തിനില്ലല്ലോ, കാരണം വീട്ടുകാരായിട്ടല്ലല്ലോ സംവാദം. എന്നിട്ട് ഇവര് വീട്ടിൽ പോയിട്ട് വേറെ എന്തോ കൊനിഷ്ടൊപ്പിക്കാൻ നോക്കി, അത് അവിടെ സെറ്റായില്ല, അവരവിടുന്ന് ഇറങ്ങി. അവസാനം വേദി ബുക്ക് ചെയ്യേണ്ടി വന്നു. 15 16 ആയിട്ടും ഇവര് DD എടുത്തിട്ടില്ല. 1 മാസം കഴിഞ്ഞിട്ട് ഇവര് DD എടുത്തിട്ടില്ല. അപ്പൊ തന്നെ ഇവര് മുങ്ങാനുള്ള പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ കുറച്ച് വട്ടം പിടിച്ചു, അത് ശരിയാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല, കാര്യങ്ങളൊക്കെ ഞെരിപ്പായിട്ട് പടപടയെന്ന് നടക്കണം. നമുക്കൊരു ഒരാഴ്ച മുമ്പെങ്കിലും ആൾക്കാരെ അറിയിക്കണം, പരിപാടി നടക്കണം, ഗംഭീരമാക്കണം. അപ്പൊ അതുകൊണ്ട് പിന്നെ അതേപോലെ ആരാണ് നമുക്കിത് വിധി നിർണ്ണയിക്കുന്ന ആളുടെ തീരുമാനം ആവുന്നില്ല.
അവസാനം പ്രഷറിൽ അവർ അവസാനം DD എടുക്കുന്നത് 17-ാം തീയതിയാണ്. ഈ 16 ഫെബ്രുവരി 17 കേട്ടോ. ഹോള് ബുക്ക് ചെയ്യുന്നത് 17-ാം തീയതിയാണ് ഹോള് കൺഫേം ആവുന്നത്. ഈ ഹോള് അതിന് മുമ്പ് ഇവർ പറയുന്നത് ഞാൻ 4 സ്ഥലത്ത് അവർ ഹോള് ബുക്ക് ചെയ്തു, ഞാൻ അതൊന്ന് പിന്മാറി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരു സ്ഥലത്ത് ഹോള് ബുക്ക് ചെയ്തിട്ടില്ല. ഇവർ ആര്യമ്പാവ് ചെന്നിട്ട് ഒരു ഹോള് നോക്കി. ഒരു ഹോളല്ല, നമ്മൾ ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ട് ഉണ്ടാവും, ചെരിവുള്ള ഭാഗത്ത് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിനൊക്കെ വേണ്ടി പില്ലർ കെട്ടിപ്പൊക്കുന്ന ഭാഗം താൽക്കാലികമായി മറച്ച് പല ആൾക്കാരും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒരു ഹോള് പോലെ. അത് നിയമപരമായ ഒരു ഹോളോ ലൈസൻസ് ഉള്ള ഒരു സാധനമൊന്നും അല്ല. അങ്ങനത്തെ ഒരു ഇടുമുടുക്കിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നമ്മൾ ലീഗലായിട്ട് ഒരു ഹോളായിട്ട് പൈസ വേണമെങ്കിൽ ഇനി എക്സ്പെൻസ് കൂടുതലാവുന്നുണ്ടെങ്കിൽ ഹോളിന്റെ പൈസയിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇതാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഇതൊക്കെ മാന്യമായ ആവശ്യങ്ങളാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് വരാനും പോകാനും പറ്റുന്ന ഇത്തരം പരിപാടികൾക്ക് വേണ്ടി തന്നെയുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള, രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് നമ്പറെങ്കിലും ഇട്ടിട്ടുള്ള ഒരു ഹോള് വേണം എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോള് ബുക്ക് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു ഇല്ല പൈസ ഒന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ കൊടുത്തു പറഞ്ഞു. ഹോള് ബുക്ക് ചെയ്തു. പോലീസിൽ ഇവർ അനുമതിക്ക് വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നാണ് എഴുതിയത്. മനസ്സിലായോ? എന്തിനാണ് നമ്മളൊരു ഇൻഡോർ പരിപാടി, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന ഒരു ഹോളിനകത്ത് പരിപാടി നടക്കുന്നിടത്ത് എവിടെയെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ചോദിക്കും ആരെങ്കിലും? നമ്മളിങ്ങനെ പ്രോഗ്രാം നടത്തുന്നുണ്ടെന്ന് ഇന്റിമേറ്റ് ചെയ്യണം. ഞാനത് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാണെങ്കിൽ സെൻസിറ്റീവ് വിഷയം സംസാരിക്കുന്നോണ്ടാണോ ഇനി അവർ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്തിന്റെ പേരിലായാലും നമ്മൾ ചെയ്യേണ്ടത് ഇന്റിമേറ്റ് ചെയ്യലാണ്. ബാക്കി പോലീസ് അവിടെ, പോലീസിന് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടാവും, അവർക്ക് അവിടെ ഇന്റലിജൻസ് ഉണ്ടാവും, അവർക്ക് അവരുടെ അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ. ഇനി അങ്ങനെ ചെയ്തു. 17-ാം തീയതി ഒരു DD എടുത്തു. 18-ാം തീയതി ഒരു ഹോള് ബുക്ക് കൺഫേം ആക്കി. 18-ാം തീയതി ഇവർ പോലീസിൽ ഇത് കൊടുത്തു. 19-ാം തീയതി ഇവര് എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്താ അറിയോ, ഞാൻ ഏകപക്ഷീയമായിട്ട് പിന്മാറി. അതിന്റെ ഇടയിൽ നാസർ ഈ ഉരുണ്ടുകളി തുടങ്ങിയപ്പോൾ ഞാൻ നാസറിനോട് പറഞ്ഞു, നാസറെ ഇത് നിങ്ങൾ സംവാദത്തിന് മുങ്ങാനുള്ള പരിപാടിയാണ്. ഇത് ആൾക്കാരുടെ ഇടയിൽ വെറുതെ മനക്കേട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് പരിപാടിക്ക് താല്പര്യം നിങ്ങൾ വിട്ടോ, പക്ഷെ വൃത്തികേടും തന്തക്ക് വിളിച്ചിട്ടല്ല സംവാദത്തിന് വിളിക്കേണ്ടത്. കഴിയുമെങ്കിൽ സംവാദം നടത്തുക, ഇല്ലെങ്കിൽ മാന്യമായിട്ട് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അയാൾ പറഞ്ഞത് സംവാദം നടന്നില്ലെങ്കിൽ, ഉസ്താദ് വന്നില്ലെങ്കിൽ ആ 5 ലക്ഷം ഞാൻ തരും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഉസ്താദ് പിന്മാറിയാലോ വരാതിരുന്നാലോ സംവാദം നടക്കാതിരുന്നാലോ 5 ലക്ഷം അവർ തരും. അത് ഇനാമാണ്, എന്റെ തന്തക്ക് വിളിച്ചിട്ടുള്ള ഇനാമാണ് കേട്ടോ, അത് ആലോചിച്ചോ. അത് കഴിഞ്ഞിട്ട് അവസാനം ഇവർ ഹോള് ബുക്ക് ചെയ്തു. പോലീസ് അനുമതി നിഷേധിച്ചു. സാധാരണഗതിയിൽ പോലീസ് അനുമതി നിഷേധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാ? ആ ഹോള് പോലീസ് പെർമിഷൻ ഇല്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും വേറൊരു ദിവസമോ ഒക്കെ ആക്കും. കാരണം ദിവസമല്ല, 4 ദിവസമുള്ളൂ. അപ്പൊ നമുക്ക് ഡേറ്റ് മാറണോ, വേറൊരു വേദി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇതല്ലേ ആലോചിക്കാം. ഈ ആലോചനക്ക് പകരം ഉസ്താദ് ഏകപക്ഷീയമായിട്ട് സംവാദത്തിൽ നിന്ന് പിന്മാറി. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കൂലേ, ഏകപക്ഷീയമായിട്ട് പിന്മാറി പറഞ്ഞാൽ DD കൈമാറാൻ അവർക്ക് ബാധ്യതയില്ലേ? ഉണ്ട്. പറഞ്ഞ വാക്കനുസരിച്ച് ബാധ്യതയുണ്ട്. ഈ സാധനം ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പൊ മുതൽ പിന്നെ ഭീഷണിയായി. ഭീഷണി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഭീഷണി? ആദ്യം പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യേ, ആ DD അനക്ക് തരാം, അനക്ക് അർഹതപ്പെട്ട തന്നെയാണ് തരാം എന്ന് നാസർ വെല്ലുവിളി യൂട്യൂബിൽ ചെയ്ത ആള്. അപ്പൊ അയാള് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് ഈ ഒരു കാര്യം ചെയ്യേ. അപ്പൊ ഞാൻ പറഞ്ഞു DD ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ വീട്ടിൽ പോയില്ലേ, ആ വീട്ടിലത്തെ അഡ്രസ്സിൽ നിങ്ങൾ കൊറിയർ അയച്ചോ. അപ്പൊ അയാൾ പറഞ്ഞു അല്ല അത് പറ്റൂല, ഇജ്ജത് വാങ്ങാൻ എന്റെ നാട്ടിൽ ആര്യമ്പാവിൽ ഇജ്ജ് കാല് കുത്തണം എന്ന് പറഞ്ഞു. ഒക്കെ ആര്യമ്പാവിക്ക് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ എന്തോ കേടിയാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ആര്യമ്പാവ് വരാം. അപ്പൊ ഇജ്ജ് അത് വരണം. അതൊക്കെ ആ വീഡിയോ ഓഡിയോ ഒക്കെ ഞാൻ ഒരു 4 ദിവസം മുമ്പ്, ഇതൊക്കെ ഒരു മാന്യതയുടെ പേരിൽ ഞാൻ പുറത്തു വിടാതിരുന്ന ഓഡിയോ ഒക്കെ പുറത്തു വിടേണ്ടി വന്നു. അപ്പൊ അതിൽ ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞു ഞാൻ ആര്യമ്പാവിൽ വന്ന് DD വാങ്ങാം എന്നായപ്പോൾ ഉസ്താദ് കളം മാറ്റി. ഉസ്താദ് പറഞ്ഞു ഞാൻ അത് പോലീസിൽ CIനെ ഏൽപ്പിക്കാം, CIന്റെ അവിടെ വലിയ സ്വീകരണമായിട്ട്, ഇതിപ്പോ എന്തായാലും നിങ്ങൾ ജയിച്ചു, നിങ്ങൾക്ക് അത് അവകാശപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് ഇതൊരു വലിയ സ്വീകരണമൊക്കെ ഒരുക്കി ഭയങ്കര ഗംഭീര പരിപാടിയായിട്ട് നിങ്ങൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ CIന്റെ അടുത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഞോളാക്കി. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഒരു തരം ഭീഷണി കലർന്ന വെല്ലുവിളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ CIന്റെ അടുത്തെങ്കിൽ CIന്റെ അടുത്ത്, നിങ്ങൾ CIന്റെ അടുത്ത് ഏൽപ്പിച്ചോളി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്യാതെ വെച്ചതാണ്. മനസ്സിലായോ? ആദ്യഘട്ടത്തില്. പിന്നെ ഇവര് ഈ വെല്ലുവിളിയും തന്തക്ക് വിളിയും കൂടിയപ്പോ, എന്നിട്ട് ഈ സമയത്തും ഇയാൾ എന്റെ ഉമ്മാനോട് ചോദിക്കണം എനിക്ക് എത്ര തന്തയാണെന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായോ? അതിന്റെ സാങ്കത്യം എന്താണ് അയാളാണ് അറിയേണ്ടത്, അയാളാണ് പറയേണ്ടത്. അപ്പൊ അത്തരം വൃത്തികേടുകൾ കാണിച്ചിട്ടല്ല ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടതും സംവാദത്തിന് വരേണ്ടതും സംവാദം നടക്കേണ്ടതും, ആ ഭാഷയിലല്ല. അതുകൊണ്ട് തന്നെ അത് വാങ്ങണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ആ DD അവര് പറഞ്ഞ എല്ലാ ഭീഷണിയും മറികടന്ന് വാങ്ങി. എന്നിട്ട് DD കൈമാറുന്നതിന്റെ തലേ ദിവസം രാത്രി ഇയാൾ ചെയ്ത പണി, ഇയാൾ എന്റെ അനിയനെ വിളിച്ചു. അനിയനെ വിളിച്ചിട്ട്
നിങ്ങൾ ഇതുപോലത്തെ ഒരു വിഷജന്തുവിനെ നിങ്ങൾ തല്ലിക്കൊല്ലാത്തോണ്ടല്ലേ നിങ്ങൾ അതൊക്കെ ഞാൻ കേട്ടതാ. ആ ഇത് എന്റെ അനിയനോട് അയാൾ വിളിച്ചു സംസാരിച്ചു, അയാളുടെ വൈകാരികത എനിക്ക് മനസ്സിലാവും. ആ കോൾ റെക്കോർഡ് അയാൾ എനിക്ക് അയച്ചു തരുന്നതിന്റെ ഉദ്ദേശം എന്താ? തലേദിവസം രാത്രി അപ്പൊ ഞാൻ വന്നാൽ എന്നെ അസാസിനേറ്റ് ചെയ്യും എന്നൊരു പേടി എനിക്കുണ്ടാക്കലല്ലേ എന്ന പുള്ളിയുടെ പദ്ധതി. അതുകൊണ്ടാണ് ആ DD വാങ്ങിയത്. വാങ്ങി വെച്ചിട്ടും ഞാൻ അയാളോട് പറയാൻ ശ്രമിച്ചത് ഇത് നമുക്ക് വേറൊരു ദിവസം പറ്റുകയാണെങ്കിൽ നടത്താം, പക്ഷെ കണ്ടീഷൻ ഉണ്ട്. കാരണം അയാള് സംവാദത്തിന് വേദി ഇതൊക്കെ ഒരുക്കണിന്റെ ഇടയിൽ അയാൾ ഒപ്പിച്ചൊരു പണി എന്ന് വെച്ചാൽ മാർക്ക് ഇടാൻ അയാളുടെ ഒരു തുണക്കാരൻ്റെ ഒരു മൂസാക്ക, എന്നെ ബ്ലോഗ് ആക്കാൻ വീഡിയോയിലൊക്കെ കാണും, ഒരു വെള്ളത്തുണി എടുത്തിട്ട് ഒരു കാക്ക. അപ്പൊ അയാളാണ് ജഡ്ജസ്റ്റ് ചേർന്നതിനോട്. ഞാൻ പറഞ്ഞു ഏത് ഹലാക്കായാലും നിങ്ങൾ കൊണ്ടുവരും, പരിപാടി നടക്കട്ടെ. കാരണം അവിടെ പരിപാടി അവതരിപ്പിക്കുക, അയാൾ കൊണ്ടുവരുന്ന ജഡ്ജ് അയാള് ജയിച്ചു എന്ന് പറയും, അയാൾ ആ പൈസയും കൊണ്ട് പോകും. ഇതായിരുന്നു പ്ലാൻ. അതന്നെയായിരുന്നു ഞാനും വിചാരിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അതുകൊണ്ടാണ് അയാൾ കൊണ്ടുവരുന്ന മൂസാക്ക ആയിക്കോട്ടെ ജഡ്ജ് എന്ന് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ പിന്നെയും എന്നെ ഭീഷണിയും എന്നെ കൊലപ്പെടുത്തുന്നുള്ള ഒരു 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 ധ്വനിയൊക്കെ തന്ന് എന്നെ പേടിപ്പിച്ച് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വരൂല, ആര്യമ്പാവിൽ ഞാൻ കാല് കുത്തൂല എന്നൊക്കെ ഒരു ധ്വനി പരത്തി എന്നെ അപമാനിക്കാൻ വ്യക്തിപരമായിട്ട് അല്ല. അയാൾ കൊലപ്പെടുത്താനല്ല, കൊലപ്പെടുത്തും. ഓനെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യും എന്ന് എന്റെ അനിയനോട് പറയുകയും അയാളും എന്റെ അനിയനും തമ്മിൽ നടത്തിയ ഫോൺ റെക്കോർഡ് ഇതിന്റെ തലേദിവസം എനിക്ക് അയച്ചു ചെയ്യേണ്ട കാര്യം എന്താ? അതൊരു നാറിയ പരിപാടിയാണല്ലോ. അപ്പൊ അതിലൊക്കെ എന്നെ പേടിപ്പിക്കാനുള്ളതായിരുന്നു അയാളുടെ ശ്രമം. അപ്പൊ അത്തരം പേടികളും അത്തരം ഭീഷണികളൊക്കെ അവഗണിച്ച് നമ്മൾ അവിടെ പോയി DD വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ടും ഞാൻ അയാളോട് പറഞ്ഞു എന്ത് ഇത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ, പക്ഷെ അപ്പൊ കണ്ടീഷൻസ് ഉണ്ട്. ജഡ്ജിനെ ഞാൻ കൊണ്ടുവരും, സ്ഥലവും ബാക്കി സൗകര്യവും കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനും അയാൾ മറുപടി എന്താ പറഞ്ഞറിയോ? ആ 5 ലക്ഷം രൂപ പിറ്റേ ദിവസം DD 23-ന് കൈമാറി 24-ാം തീയതി അയാൾ എനിക്ക് അയച്ച മെസ്സേജാണ്. ആ 5 ലക്ഷം രൂപ ഇജിന്റെ കാലിന്റെ ചോട്ടി കൊണ്ടുവെക്കും, അതിനുള്ള മരുന്ന് അതിനുള്ള സാധനം എന്റെ അടുത്തുണ്ട്, ഇജ് നോക്കിക്കോ, അതിനുള്ള പണി ഞാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? നിന്നെ ഞാൻ അങ്ങനെ വെല്ലുവിളിച്ച നീ എന്താ ചെയ്യാ? എന്നാ പണിയെടുക്കുന്നല്ലേ പറയാ. ആ പണിയെടുക്കാൻ പറഞ്ഞു. ആ പണിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ അതിന്റെ പണി, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ധാർമ്മികമായിട്ടും ടെക്നിക്കലായിട്ടും ഈ പൈസ എനിക്ക് അവകാശപ്പെട്ട പൈസയാണ്. എന്നിട്ടും ഞാൻ ഇന്നലെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്, എന്റെ ലൈവ് പോയി കണ്ടോ. ഇനിയും ഉണ്ട് ഓഫർ അവർക്ക്. 5-ന് പകരം 8 ലക്ഷം റുപ്യ ഇസ്ലാമിക വിഷയത്തിൽ സംവാദത്തിന് എന്നോട് വന്ന് സംവാദം ജയിക്കൊന്നും വേണ്ട, ഈ ഉസ്താദിന്റെ പൈസ പോയി എന്ന് വിഷമുള്ള ആൾക്കാർക്ക് 8 ആളുകൾ വരട്ടെ, 8 സംവാദം നടക്കട്ടെ, വെറുതെ സംവാദത്തിന് വന്ന് സമ്മതിച്ചാൽ മതി, ഓരോരോ ലക്ഷം രൂപ ഞാൻ കൊടുക്കും. ആ 8 ലക്ഷം രൂപയും ഈ ഉസ്താദിന് കൊണ്ടേ കൊടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. നിയമപരമായിട്ട് അയാൾക്ക് ഒരൊറ്റ രൂപക്കുള്ള അവകാശമില്ല. പിന്നെ ധാർമ്മികത, മനുഷ്യത്വപരമായിട്ടുള്ള ചിന്ത എന്നുള്ളതാണ്. അത് ഓരോ ആളുകളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടാണ് അത് അർഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ തീരുമാനിക്കുക, അല്ലേ? ഈ ഓപ്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ സംവാദം ആശയപരമായിരിക്കണം. എന്നിട്ട് അവസാനം നോക്ക്, ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഇങ്ങനെ ഒരു മുസ്ലിമിനെ പറ്റിച്ചിട്ട് ആ പൈസ ചോദിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു മതസംഘടനകളുടെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആള് രംഗത്തിറങ്ങാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഇതിലെ വൃത്തികേട് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. അല്ലാതെ അപ്പൊ പിന്നെ അതിൽ തട്ടിപ്പില്ല. ഞാൻ ഇപ്പൊ നിന്നോട് പറയാണ്, നിന്നോട് ഞാൻ സംസാരിക്കണമെങ്കിൽ സംവാദത്തിന് വരണമെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് കൊണ്ടുതന്ന് മുൻകൂറായി ഇത് എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ മുൻകൂറായി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പറ്റിക്കലാണ്. ഇത് അഹങ്കാരത്തിന് അയാൾ കൊടുത്ത വിലയാണ്, അയാൾ അടച്ച ഫൈനായിട്ടാണ് പരിഗണിക്കുന്നത്. അയാൾക്ക് ഇപ്പൊ ഒരു ഇൽമും കൂടി അയാൾക്ക് കിട്ടി. അയാൾക്കൊരു ഇൽമ കിട്ടി. എന്ത്? ഇങ്ങനെയൊന്നുമല്ല ആശയപരമായി സംവാദം നടത്തേണ്ടതെന്നും തന്തക്കും തള്ളക്കും തെറി വിളിച്ചിട്ടും അല്ല ആശയപ്രചാരണം നടത്തുന്നവരെ നേരിടേണ്ടതെന്നുള്ള വലിയൊരു ഇൽമ അയാൾക്ക് കിട്ടി. നാസർ ആ പാഠം പഠിച്ചു, നാസർ ആ വൈക്കങ്ങ് പോയി. നാസർ ഇപ്പൊ കൂടെ ഇല്ല. ഇത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ കാര്യം. ഇതിന് പകരം 8 ലക്ഷം രൂപ ഞാൻ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ ഓഫർ വെച്ചിട്ടുണ്ട്. ആ 8 ലക്ഷം അതിന് മാർക്കിടും വേണ്ട, ജയിക്കും വേണ്ട, സംവാദത്തിന് വന്നാൽ മതി. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളായിരിക്കണം വരേണ്ടത്, അല്ലെങ്കിൽ അവർ പ്രതിനിധിയായിട്ട് വരണം. ഇയാൾക്ക് വേണോ? ഇയാൾ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഒരു പ്രതിനിധിയായിട്ട് അവർ അംഗീകരിച്ചു വിട്ടോട്ടെ, അയാളും വന്നോട്ടെ. ഇതിലൊക്കെ നമുക്ക് മനുഷ്യൻ ചെയ്യാൻ പറ്റുക. ഇതിലൊന്നും തട്ടിപ്പും പറ്റിപ്പും ഇല്ല. അത്രയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ ഇത് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി ഇനിയും ഡൗട്ട് നിങ്ങൾ എന്നെ വിളിച്ചോ. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ.
ഓക്കെ. ഓക്കെ ഓക്കെ.